ഹായ് ഹലോ വെൽക്കം ടു അബീസ് വണ്ടർവേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേഷ്യലാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അർജൻറ്റ് വെഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസപ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് VLCCയുടെ ഗോൾഡൻ ഫേഷ്യൽ കിറ്റാണ്. ഇപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന് 250 രൂപയാണ്. അപ്പം നമ്മളിപ്പം ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഒരു 500 എബോവ് ഒക്കെ വരും ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഇരുന്ന് ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു 6 ട്യൂബ്സ് നമുക്ക് കിട്ടും. ഇത് 6 ട്യൂബ്സ് ഉണ്ട്. ഇതിൽ നമ്പർ ചെയ്തിട്ടുണ്ട് 1, 2, 3 എന്നും പറഞ്ഞ് നമ്പർ ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം ഏതാണ് യൂസ് ചെയ്യേണ്ടത്, രണ്ടാമത് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, മൂന്നാമത്, അങ്ങനെ 6 എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനാണ് ഈ നമ്പർ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കൊടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് യൂസ് എന്നും പറഞ്ഞ് ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ക്രീമോടെ കിട്ടുന്നുണ്ട്. VLCCയുടെ വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ഗ്ലോ ജെൽസ് ക്രീമാണ്. ഇന്ന് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇതിന് 99 രൂപയാണ്. ഇത് നമുക്കിപ്പം വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓരോരോ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മുഴുവൻ വാച്ച് ചെയ്യുക. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്യൂബ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലീൻസർ കം ടോണർ. ഇത് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡർട്ടെല്ലാം റിമൂവ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലീൻസർ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നെക്കിലും അപ്ലൈ ചെയ്യണം. രണ്ട് മിനിറ്റിന് ശേഷം വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ എടുത്തിട്ട് വൈപ്പ് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്ക്രബിങ്. അപ്പോൾ ആദ്യമേ ഇതാണ് സെക്കൻഡ് ട്യൂബ്. ഇതിനകത്തുനിന്ന് കുറച്ച് എമൗണ്ട് സ്ക്രബ് എടുക്കുക. എന്നിട്ടൊരു 3 to 4 മിനിറ്റ് ഫേസിൽ ജനറലി സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യുക. പിന്നെ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് വെറ്റാക്കണം കേട്ടോ. സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള ഡർട്ട് സെല്ലിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ വെറ്റ് കോട്ടൺ തുണി കൊണ്ട് അത് വൈപ്പ് ഓഫ് ചെയ്യുക. ഇതാണ് തേർഡ് സ്റ്റെപ്പ്, ഗോൾഡ് ജെല്ല്. ഇത് ട്യൂബിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തതിന് ശേഷം നമ്മൾ കഴുത്തിലും ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ജെല്ല് നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആകും വരെ മസാജ് ചെയ്യണം കേട്ടോ. കഴുത്തിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അത് അപ്വേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ. എന്നാൽ താഴെ നിന്ന് മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ. ഇപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെറ്റ് ടിഷ്യൂ കൊണ്ട് റിമൂവ് ചെയ്യുക. ആണ് ഫോർത്ത് സ്റ്റെപ്പ്, ഗോൾഡ് ക്രീം. ഇതിന് വേണ്ടിയിട്ട് ട്യൂബിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് മസാജ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒരു വെറ്റ് കോട്ടൺ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ക്രീം വൈപ്പ് ഓഫ് ചെയ്ത് കളയാം.
രണ്ടാമത്തെ സ്റ്റെപ്പ് ഗോൾഡ് പീൽ ഓഫ് മാസ്ക്. നമ്മുടെ ഫേഷ്യലിനകത്ത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്. ഫസ്റ്റ് ഈ ട്യൂബിൽ നിന്നും കുറച്ച് മാസ്ക് എടുത്തതിന് ശേഷം ഫേസിൻ്റെ എല്ലായിടവും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫേസിലൊക്കെ കൂടുതൽ ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാസ്ക് തിന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതി. തിക്കാണെങ്കിൽ നമ്മളത് പീൽ ഓഫ് ചെയ്യുമ്പം പാടായിരിക്കും അത് റിമൂവ് ചെയ്യേക്ക്. പിന്നെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സെൻസിറ്റീവായ സ്ഥലമാണ് കണ്ണിന് ചുറ്റുമുള്ള ഏരിയ എന്ന് പറയുന്നത്. റിമൂവ് ചെയ്യാനൊക്കെ പാടാണെങ്കിൽ വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് പീൽ ഓഫ് ചെയ്താൽ അത് റിമൂവ് ആയിക്കോളും. അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തിന്നായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളിതിങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു വെറ്റ് ടിഷ്യൂ കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മാസ്ക് ഇടുന്ന ടൈം സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു വെറ്റ് ടിഷ്യൂ എടുത്ത് ഇത് ഫുള്ള് റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മോയ്സ്ചറൈസിങ് ജെല്ലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് കുറച്ച് എടുത്തിട്ട് ജെല്ല് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഗോൾഡ് ഫേഷ്യൽ വീഡിയോ. വളരെ എളുപ്പമാണ്. ഒരു അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മുമ്പ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.